ഈ ഒരു കെറ്റിൽ ഇല്ലാത്ത വീടുകൾ ഇന്ന് വളരെ കുറവാണ്. പക്ഷേ ഇത് വാങ്ങിച്ചാൽ ചിലരുടേത് 3 മാസം അല്ലെങ്കിൽ 2 മാസം പവർ വരാത്ത, ഇതിൻ്റെ ഇൻഡിക്കേറ്റർ വരാത്ത പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ട് ഇതിന് വരുന്ന കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെയുള്ള തെർമോസ്റ്റാറ്റാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് കോണ്ടാക്റ്റിലൂടെയാണ് ഇതിൻ്റെ കോയിലിലേക്ക് സപ്ലൈ എത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കംപ്ലൈൻറ്റിലാണ് ഇത് കൂടുതലും നമുക്ക് സപ്ലൈ കിട്ടാതെ ആവുന്നത്. അങ്ങനെ പവർ വരാത്ത കംപ്ലൈൻറ്റ് വന്നാൽ കൂടുതൽ പേരും ഇത് ഒഴിവാക്കിയിട്ട് വേറെ ഒന്ന് എടുക്കും. അതും ഇതേപോലെ തന്നെ കംപ്ലൈൻ്റ് ആകും. ഇതിൻ്റെ കോയിൽ ഒരിക്കലും പോകുന്നില്ല. ഇതിൻ്റെ കോണ്ടാക്റ്റാണ്, സപ്ലൈ പോകുന്ന ലൈനാണ് ബ്രേക്ക് ആകുന്നത്, അല്ലെങ്കിൽ സ്വിച്ചിൻ്റെ ചെറിയ കംപ്ലൈൻ്റ് ആയിരിക്കും. അപ്പോൾ അത് നന്നാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. സപ്ലൈ വരാത്ത കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ആദ്യം തന്നെ ഇതിൻ്റെ ബേസിലുള്ള ഇതിൻ്റെ അകത്ത് 2 കോണ്ടാക്റ്റിൻ്റെ പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റ് ചില സമയത്ത് പ്രസ്സായി പോകുന്നുണ്ട്. അത് കറക്റ്റായിട്ട് നിന്നിട്ടുണ്ടോ അവിടെ നോക്കണം. എന്നിട്ട് അവിടെ സപ്ലൈ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇത് ഞാൻ ചെക്ക് ചെയ്ത് ഓക്കെ ആണ്. അതിനുശേഷം ഇതിൻ്റെ താഴത്തിലുള്ള ഈ കവറ് അയക്കണം. ഇത് രണ്ടും ന്യൂട്രും ഫേസുമാണ്. ഇതിൽ ഒരു റൗണ്ട് ന്യൂട്രും ഒരു റൗണ്ട് ഫേസുമാണ്. സെൻട്രലുള്ളത് എർത്താണ്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്വിച്ച് ഓഫാക്കി വയ്ക്കണം. ഇതിൻ്റെ ഈ ഓരോ റൗണ്ട് പ്ലേറ്റിൽ നിന്ന് ഇതിൻ്റെ ഈ കണക്ഷൻ എടുത്തിരിക്കുന്ന ലെഗിലേക്ക് 2 സൈഡിലും കാണുന്നുണ്ടല്ലോ ഓരോ ലെഗ്, ആ ലെഗിലേക്ക് കണ്ടിന്യൂറ്റി വരുന്നുണ്ടോ ചെക്ക് ചെയ്യണം. ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ ഇതിൻ്റെ കോണ്ടാക്റ്റ് നമുക്ക് നോക്കിയാൽ കാണും. ഞാനപ്പോൾ ഇത് നോക്കിയപ്പോൾ ഇതിൻ്റെ കോണ്ടാക്റ്റ് അങ്ങോട്ട് തെന്നി നിൽക്കുന്നത് കണ്ടു. ഞാനതിനെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രശ്നമായിട്ട് കിടന്നതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ഒന്ന് ഇനി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് കണ്ടിന്യൂറ്റി വരുന്നു. ഇതിന് മറ്റേ സൈഡ് നോക്കണം. അത് ഓക്കെയാണ്. ഓക്കെ, ഇപ്പോൾ കണ്ടിന്യൂറ്റി നോക്കിയപ്പോൾ റെഡിയായി. ഇനിയിപ്പോൾ ഇതിന് വേറെ ഒരു കംപ്ലൈൻറ്റും ഇല്ല, റെഡിയായി. ഇങ്ങനെയുള്ള ചെറിയ കംപ്ലൈൻ്റാണ് ഇതിന് വരുന്നത്. എനിക്ക് ഈ 2 ലെഗ് കാണുന്നുണ്ടോ? ഈ 2 ലെഗിലേക്ക് ബ്ലൂ ഒരു കണക്ഷൻ, റെഡ് മറ്റേ സൈഡിൽ. ഈ കണക്ഷൻ ഒരു കോണ്ടാക്റ്റ് വഴിയാണ് നമ്മുടെ കോയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ കോണ്ടാക്റ്റ് ഓവർ ഹീറ്റിംഗ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ സ്ക്രൂ അങ്ങ് മെൽറ്റായിട്ട് തെന്നി മാറുന്നു. ആ സമയത്തൊക്കെ ഇത് സപ്ലൈ കിട്ടാത്ത പ്രോബ്ലം ഉണ്ടാക്കും. പവർ വരാത്ത കംപ്ലൈൻ്റ് അല്ലേ, ഏതായാലും സ്വിച്ചും ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്കിതിനെ സെറ്റാക്കാം. ഓക്കെ, സ്വിച്ചും റെഡിയാണ്. ഇതിൻ്റെ സപ്ലൈ വരുന്ന രീതി കണ്ട, ഇതിൻ്റെ സെൻറ്ററിലുള്ള റൗണ്ട് പ്ലേറ്റിൽ നിന്ന് ഡയറക്റ്റ് ഈ കോണ്ടാക്റ്റ് വഴിയാണ് വരുന്നത്. ഈ ഒരു കോണ്ടാക്റ്റാണ് നമ്മുടെ മെൽറ്റായിട്ട് തെന്നി മാറിയത്. ഇനി ഇതിനെ ഒന്ന് പവർ ഓണാക്കി നോക്കാം. ഓക്കെ, ഓണായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ടെക്നിക്കൽ വീഡിയോ ഇനിയും വരാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.